KSRTCയുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമാണ് മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം. ഇവിടെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് KSRTC ഡ്രൈവറെ യാതൊരു വിധത്തിലും ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കാരണം ഇവിടെ ന്യായീകരണമല്ല വേണ്ടത് എന്നുള്ളതാണ്. വളരെ വ്യക്തമായ രീതിയിൽ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, വീഡിയോ ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ, CCTV ക്യാമറകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ആർ ഗണേഷ് കുമാർ അവറുകൾ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലും ആദ്യത്തെ അന്വേഷണത്തിൽ ഡ്രൈവർ തെറ്റുകാരനല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കേണ്ടത് പോലീസാണ്. ഇവിടെ മേയർ രണ്ടാമത് പറയുന്ന കാര്യം, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. കാരണം മേയർ പറയുന്നു ഇത് ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് പറയുകയാണ്. ഈ ഞങ്ങളുടെ വാഹനം മറികടക്കുന്ന സമയത്ത് ഇടിക്കുവാനായി ഉള്ള രീതിയിൽ വരികയും മുന്നോട്ട് കയറി ഈ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിലിരുന്ന മേയർ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഡ്രൈവർ ലൈംഗിക ചേഷ്ടയുള്ള ആംഗ്യങ്ങൾ കാണിച്ചു എന്നാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം, ആ വാഹനം രാത്രി 9:30 സമയത്താണ് ഇത് ഏകദേശം നടക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അവിടെ ഹെഡ്ലൈറ്റുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് 4 ഹെഡ്ലൈറ്റുകളാണ് ഇരുവശത്തുമായി 2 വീതം 4 ഹെഡ്ലൈറ്റുകളുള്ള ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ മറ്റൊരു കാറിലിരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഡ്രൈവറുടെ ആംഗ്യത്തെ കാണുവാൻ സാധിക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. 2, മേയർ പറയുന്ന ഏറ്റവും ഗുരുതരമായൊരു കാര്യം, ഈ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ്. കന്റോൺമെൻറ്റ് പോലീസാണ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏതായാലും പോലീസ് വന്ന് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ലഹരി ഉപയോഗിച്ചതായിട്ടും കണ്ടെത്തുവാൻ പോലീസിന് സാധിച്ചിട്ടില്ല. തന്നെയുമല്ല, ആ 9:30 സമയത്തോടു കൂടി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഡ്രൈവർ, 10:30 സമയത്തോടു കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലാകുന്ന ഡ്രൈവർ പിറ്റേ ദിവസം നേരം വെളുത്ത് 9:30 മണിക്ക് എന്തോ ആണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നത് തന്നെ. ഏതായാലും അത്രയും സമയം പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് മേയറെ വിളിക്കുന്നുമുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഈ ലഹരി ഉണ്ടായിരുന്നു എന്നുള്ള വാദം തികച്ചും തെറ്റാണ്. മറിച്ച് എന്തോ ഒരു പേപ്പർ കളയുന്നു. ഇപ്പം അതിനെ ന്യായീകരിക്കുന്ന ആളുകളൊക്കെ ചെറിയ അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മേയർ പോലീസ് വരുന്ന സന്ദർഭത്തിൽ ആദ്യം പറയേണ്ടത് ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചുവെന്നും ഈ കിടക്കുന്നതാണ് അതിൻ്റെ ലഹരിയുടെ പാക്കറ്റ് എന്നും പറയേണ്ടതാണ്. എന്നാൽ അവിടെ ഇത്തരത്തിലുള്ള സംഭവമല്ല ഉണ്ടാകുന്നത്. ഇനി അടുത്തൊരു കാര്യം, ഈ വണ്ടിയുടെ സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇത് എന്ന് മേയർ പറയുമ്പോൾ, ഈ വാഹനം തടഞ്ഞിട്ട്, അതായത് സിഗ്നലിൽ സീബ്ര ലൈനിൽ കയറ്റി ഈ ബസ്സിൻ്റെ മുൻപിൽ കുറുകയിട്ട കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ആളുകൾ, അതിന് ഡ്രൈവർ ഉൾപ്പെടെയുള്ളത് ഇറങ്ങി. മേയർ പറയുന്നത് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് വണ്ടി തന്നെ മാറിയെന്നാണ്. തന്നെ മാറിയെന്നല്ല, വണ്ടി മാറ്റിയിട്ടു തന്നെ മാറിയതാണ്. കാരണം വണ്ടിയിലുണ്ടായിരുന്ന 3 ആണുങ്ങളും ഏതായാലും ഡ്രൈവറുമായി തർക്കിക്കാൻ അവിടെ ഉണ്ട്, വാഹനം ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ അത്തരത്തിലുള്ളൊരു സംഭവം പിന്നീട് മാറ്റിയിട്ടു, പോലീസ് വരുന്നു, മേയർ ഇത് പറയണമായിരുന്നു, മേയർ അത് പറഞ്ഞില്ല. ഇനി അടുത്തൊരു ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം, മേയർ പറയുന്നത് ടിയാൻ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് മുൻപ് വിധേയനായിട്ടുള്ള ആളാണ്, പ്രതിയാക്കപ്പെട്ട ആളാണ് എന്നാണ്. അപ്പോൾ അതിനകത്ത് മേയർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം KSRTC ബസ്സിലിട്ട് തട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ തട്ടിയിട്ടുള്ള ബസ്സിൻ്റെ നമ്പർ പറയുന്നത് KL23T എന്നാണ്. അപ്പോൾ KSRTCക്ക് അങ്ങനെ ഒരു വണ്ടിയില്ല. KSRTC KLX, KL15 എന്നുള്ള ഈ 2 രജിസ്ട്രേഷനാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഏതായാലും അതിന് മുൻപ് KLX-ന് മുൻപ് KL23 എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ ഇല്ല എന്ന് നമുക്കറിയാം. അവിടെ മേയറെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് ഈ പറയുന്ന സമയത്തിനുള്ളിൽ ഈ കേസ് വിവരങ്ങൾ നൽകുന്ന സാഹചര്യത്തിലാണ്. ഏതായാലും ഡ്രൈവർ ഈ ലോകത്തിലെ ഏറ്റവും നല്ല വിശുദ്ധനാണെന്നും രൂപക്കൂട് കടന്നു വെക്കേണ്ട ഇങ്ങനെയുള്ള അവകാശവാദങ്ങളൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഇവിടെ ആ ബസ്സിൻ്റെ ഉള്ളിൽ ക്യാമറയുണ്ട്. അവിടെ നഗരസഭയുടെയും പോലീസിൻ്റെയും RTOയുടെയും AI ക്യാമറകൾ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം നഗരത്തിൽ നിന്നും എന്തുകൊണ്ടാണ് ക്യാമറ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മേയർ ഇത് സമർപ്പിക്കുവാൻ ശ്രമിക്കാതിരിക്കുന്നത്? ഇവിടെ ഒരു സ്ത്രീ എന്ന ആനുകൂല്യം, ആ സ്ത്രീകൾക്ക് ഇന്ത്യയുടെ നിയമം നൽകുന്ന പരിരക്ഷയുടെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ മേൽ ഒരു ഗുരുതരമായിട്ടുള്ള ലൈംഗിക ചേഷ്ട സ്ത്രീകളോട് കാണിച്ചു എന്നുള്ളൊരു കേസ് കെട്ടിച്ചമയ്ക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് എന്നാണ് പൊതുജനം കരുതുന്നത്. അതുകൊണ്ട് തന്നെ മേയർ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ഈ ഡ്രൈവർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും തെറ്റാണ്. ഇനി
രണ്ട് ജനപ്രതിനിധികൾ എന്ന നിലയിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൻ്റെ പരമാധികാരി എന്നുള്ള രീതിയിൽ, നഗരസഭ അധ്യക്ഷ എന്നുള്ള രീതിയിൽ, ആ കോർപ്പറേഷനെ നിയന്ത്രിക്കുന്ന ആളെന്ന നിലയിൽ അങ്ങേക്ക് ഇത്തരമൊരു വാഹനം അങ്ങയുടെ പിന്നിലോ എതിരെയോ ഒന്നുമല്ലാതെ വെറുതെ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ കണ്ടാൽ പോലും അങ്ങേക്ക് റിപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ KSRTCയുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള MD ഉൾപ്പെടെയുള്ള ആളുകളെ ഏത് സമയവും നേരിൽ വിളിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ അധികാരവും ചുമതലയുമുള്ള ആളാണ് അങ്ങ് എന്തിനാണ് അങ്ങയോടൊപ്പമുള്ള അങ്ങയുടെ ഭർത്താവായിട്ടുള്ള ബഹുമാനപ്പെട്ട MLA അദ്ദേഹവും എന്തിനാണ് ഒരു കവലച്ചട്ടമ്പിയുടെ, ഒരു ഗുണ്ടകളുടെ നിലവാരത്തിലേക്ക് താഴ്ന്നുകൊണ്ട് ഈ വണ്ടി തടയുകയും സ്വയം നീതി നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്? അവിടെയാണ് പ്രശ്നം. നിങ്ങൾക്ക് നേരെ ഒരു അന്യായം നേരിട്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ സ്വയം നീതി നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നത്? നീതി നടപ്പിലാക്കുവാനും ക്രമസമാധാനത്തെ പാലിക്കുവാനും ഇവിടെ ഒരു സംവിധാനമുണ്ട്. അതിനാണ് പോലീസും കോടതിയും. KSRTCയുടെ സംവിധാനത്തിൽ തന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് വിളിച്ചു പറയുകയും 40ഓളം യാത്രക്കാർ ഈ വണ്ടി ഇനി ഇവിടെ ഒരടി മുന്നോട്ട് ചലിക്കില്ല എന്ന് പറയപ്പെടുന്ന ഡിലീറ്റ് ചെയ്യപ്പെട്ട വീഡിയോയിലുള്ളത് ഈ പറയുന്ന താങ്കളുടെ ഭർത്താവായിട്ടുള്ള MLA ആണ് എന്ന് താങ്കൾ ഡ്രൈവറുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ സമ്മതിക്കുന്നുണ്ട്. ഡ്രൈവർ അങ്ങയോട് ചോദിക്കുന്നു, ആ വണ്ടിയിൽ കയറി വന്ന ആളാണോ അങ്ങയുടെ ഹസ്ബൻഡ് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് താങ്കൾ മറുപടി പറയുന്നുണ്ട്. ആ ഓഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. കണ്ടക്ടറോട് എന്റെ ഹസ്ബൻഡ് MLA സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ മര്യാദയ്ക്ക് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ, ഞാനും ഒരു പാർട്ടി പ്രവർത്തകനാണ്, ഞാനിത് കാണുന്നുണ്ട്, എനിക്കിതിൽ പിന്നെ ഭയമുണ്ട്, കാരണം ഇദ്ദേഹം ഈ വണ്ടിക്ക് അകത്ത് വന്നിരുന്നതാണ് മാഡത്തിന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. എന്റെ ഹസ്ബൻഡ് അതെ. അപ്പോൾ വണ്ടിക്കകത്ത് കയറിയിട്ട് എന്താണ് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള അങ്ങയുടെ ഭർത്താവ് ആളുകളെ ഇറക്കി വിടുവാൻ പറഞ്ഞത് എന്തിനാണ്? എന്തുകൊണ്ടാണ് ആ വണ്ടി 2 കിലോമീറ്ററോളം യാത്ര തുടരുവാൻ നിങ്ങൾ അനുവദിക്കാതിരുന്നത്? അത്തരം ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് പരിശോധനയിൽ ഡ്രൈവർ ഈ ലഹരി ഉപയോഗിച്ചു എന്ന വസ്തുത തെളിയാതെ പോയത്? ഗുരുതരമായ വീഴ്ചയിൽ അങ്ങ് ഇപ്പോൾ ആരോപണത്തിൻ്റെ മുൻമുനയിൽ നിർത്തുന്നത് ബഹുമാനപ്പെട്ട കേരള പോലീസിനെയാണ്. കാരണം അങ്ങ് പറയുന്ന തരത്തിൽ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് എന്തുകൊണ്ടാണ് ആ ലഹരിയെക്കുറിച്ച് പരിശോധനയിൽ കണ്ടുപിടിക്കാതിരുന്നത്? തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചു എന്ന് മെഡിക്കൽ പരിശോധനയിൽ ബോധ്യമാകാതിരുന്നത്? അങ്ങനെ ആരോഗ്യവകുപ്പിനെയും കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചുമതല പരിധിയിലിരിക്കുന്ന പോലീസിനെയും ഒരേ സമയം സംശയത്തിൻ്റെ മുനയിൽ നിർത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ ഈ കാര്യത്തിൽ തൻ്റെ ഭാഗം വിശദീകരിക്കുവാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന് പൊതുജനം മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള, പൊതുജനങ്ങളോടുണ്ടായിട്ടുള്ള, KSRTC ഡ്രൈവറോടല്ല, KSRTC ഡ്രൈവർ ആ വാഹനവുമായിട്ട് ഒരു ഫംഗ്ഷന് പോയിട്ട് കടന്നു വരുന്ന വഴിയൊന്നുമല്ല. അദ്ദേഹം ഡ്യൂട്ടിയുടെ ഭാഗമായി ആ വാഹനം ഓടിക്കുന്നു എന്ന് മാത്രമാണുള്ളത്. ആ വാഹനത്തിലിരിക്കുന്ന വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് പോകുന്ന ഓരോ ജീവിതങ്ങൾ ആ വാഹനത്തിലുണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഉണ്ടായത്? സ്വയം വിമർശനപരമായി അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതിന് പകരം, ആ തെറ്റ് തിരുത്തുവാൻ ശ്രമിക്കേണ്ടതിന് പകരം ഒരു നിരപരാധിയെ കൊടുക്കുവാൻ ശ്രമിക്കുന്ന ഈ കാര്യങ്ങൾ ഹീനകരമാണ്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, ഇത് ഫാസിസമാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവർ എഡ്യൂക്കേഷന് വെൽഫെയർ അസോസിയേഷൻ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്, അറിയിക്കുകയാണ്. നന്ദി.